സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിൽ ഒരൊറ്റ ഭക്ഷണത്തെയും കുറ്റം പറഞ്ഞിട്ടില്ല. ചില ആൾക്കാർ വീട്ടിലെത്തിയാല് ഇതെത്രയോ കഷ്ടപ്പെട്ട് തീന്റെ മുന്നിൽ നിന്ന്, പുകയില്ലാത്ത അടുപ്പാണെങ്കിലും ചൂടില്ലാത്ത അടുപ്പില്ലല്ലോ, ചൂടുണ്ടല്ലോ. പുകയില്ലാത്ത അടുപ്പ് എന്ന് പരസ്യത്തിൽ കാണാം, ചൂടില്ലാത്ത അടുപ്പ് എന്നില്ല, ചൂടുണ്ട്. പുക വേറെ വഴിക്ക് പോവുകയാണ്, ചൂടുണ്ടെന്നാലും ഈ ചൂടുള്ള അടുപ്പത്ത് നിന്ന് നമ്മുടെ സഹധർമ്മിണി അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ഉമ്മ അല്ലെങ്കിൽ പെങ്ങള് മീനൊക്കെ ഒന്ന് വറുത്തെടുത്ത് റെഡിയാക്കി വെച്ച് ചിലപ്പോ ഒരു പക്ഷെ കുറഞ്ഞ ഒരു ഉപ്പ് ഏറിയിട്ടുണ്ടാകും. കുറച്ച് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത് തൊള്ളയിലേക്ക് വെക്കാൻ പോലും പറ്റൂല, കാരണം നമുക്കറിയില്ലല്ലോ. അവരുണ്ടാക്കിയപ്പോ ചിലപ്പോ കുറച്ച് ഏറിപ്പോയതാണ്, സാരമില്ല. പക്ഷെ എന്ത് ചെയ്യുന്നറിയോ, ചില മഹാന്മാര് കയറിയാല് അങ്ങനെ പറയും, മീൻ എത്ര വില എന്നറിയോ, 400 റുപ്യായിട്ട് പോലും ഞാൻ നോക്കാതെ വാങ്ങിക്കൊണ്ടുവന്നാണ്, എന്നിട്ട് ഇത് കാട്ടിക്കൂട്ടിയ കോലം കണ്ടില്ലേ, എന്തെല്ലാം പറയും. ചിലര് പറയണൊന്നും മൈക്കൂടെ പറയാൻ പറ്റൂല, കാരണം ആൾക്കാരത് വേറെ ക്ലിപ്പാക്കിയാല് ബുദ്ധിമുട്ടാണ്. അത്രയും ഇടകേറുള്ള വർത്തമാനാണ്. ചിലര് മരിച്ചുപോയ ബാപ്പാനും വല്യപ്പാനും വരെ പറയും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ, അങ്ങനൊന്നും പറയാൻ പാടില്ല. അതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള സംഗതിയല്ലേ. ഭക്ഷണത്തിലുള്ള കുറ്റം മുഴുവനും പറയുമ്പോ അടുക്കളയിലുള്ള സഹോദരിയോ ഭാര്യയോ കരുതും അൽഹംദുലില്ലാ റാഹത്തായി, ഒരു 5-6 മീന് പൊരിച്ചോണ്ട് വെച്ചിരുന്നു, ഇനി രാത്രി അതൊന്ന് റീകണ്ടീഷൻ ചെയ്ത് കൊടുത്താൽ മതിയല്ലോ, വേറെ എടുത്ത് പൊരിക്കേണ്ട ആവശ്യമല്ലോ. വേറെ എടുത്ത് പൊരിക്കണമെങ്കിൽ കൈകണം, റെഡിയാക്കണം, എന്തെല്ലാം പണിയുണ്ട്, ഒരുപാട് സമയം ലാഭം കിട്ടൂലേ. പക്ഷെ പ്ലേറ്റ് എടുക്കാൻ പോയി നോക്കുമ്പോ മുള്ളു മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങളല്ലേ ഇത്രയും നേരം പൊരിച്ചത് ശരിയായില്ല, കരിച്ചത് ശരിയായില്ല, ഞാൻ പിന്നെ നോക്കിയില്ല, ഞാൻ പിന്നെ അങ്ങോട്ട് തിന്നു, പിന്നെ എന്തിനാ പറഞ്ഞത്. നമ്മൾ സ്വീകരിക്കേണ്ട ഒരു മാതൃകയാണ്. തങ്ങൾ വീട്ടിലേക്ക് വന്നപ്പോ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളോട് ചോദിച്ചു വല്ലതും കഴിക്കാനുണ്ടോന്ന്. ഖുബ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. ഖുബ്സ് എന്ന് പറഞ്ഞാല് പത്തിരിയല്ല, റൊട്ടി. മാ അക്കല ഖുബ്സൻ റഖീഖൻ, നൈസായിട്ടുള്ള പത്തിരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചിട്ടില്ല, കട്ടിയുള്ള റൊട്ടിയാ കഴിച്ചിരുന്നത്. കട്ടിയുള്ള റൊട്ടി ഉണ്ട് എന്ന് പറഞ്ഞു. റൊട്ടി ഉണ്ട് എന്ന് പറഞ്ഞപ്പോ തങ്ങൾ പറഞ്ഞു കൂട്ടാണ്ടോന്ന് വെച്ചു. കൂട്ടാൻ അന്നുണ്ടല്ലോ. കൂട്ടാണ്ടോന്ന് ചോദിച്ചപ്പോ ഒരു ഭാര്യ പറഞ്ഞു, സഹധർമ്മിണി പറഞ്ഞു, മഹാത്മ നമ്മുടെ ഒരു ഉമ്മ പറഞ്ഞു കൂട്ടാനുണ്ട്, സുർക്കുണ്ട് എന്ന് പറഞ്ഞു. എന്നോടും നിങ്ങളോടാണ് പത്തിരിക്ക് സുർക്ക കൂട്ടാണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ഹാല്? സുബ്ഹാനല്ലാഹ്. പിന്നെ പറയണ്ട, സുർക്കുണ്ട് എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതികരണം നമ്മൾ കേൾക്കണം. തങ്ങൾ പറഞ്ഞു നിഅമൽ ഉദുമു അൽ ഖൽ, സുർക്ക നല്ല കൂട്ടാണ്, അതുകൊണ്ട് നല്ല കൂട്ടാണ്. നമ്മൾ എപ്പോഴെങ്കിലും ഒരു നല്ലതാന്ന് പറഞ്ഞാൽ ആ ഒരു മാസം നമ്മുടെ ഭാര്യന്റെ ശരീരത്തിന്റെ ആരോഗ്യം വർദ്ധിക്കും, രോഗം കുറയും, ഗുളിക ഫുള്ള് വേണ്ടി വരൂല, ടെൻഷനൊക്കെ കുറഞ്ഞ് സമാധാനം കൂടി. ഇപ്പോഴെങ്കിലും നിങ്ങൾ ഒരു മധു പറഞ്ഞല്ലോ, ഞാൻ കുറെ 15 കൊല്ലം നിങ്ങളെ കൂടെ ജീവിക്കണെന്ന് പറയാവര്. ഭക്ഷണത്തെ മധു പറയണം, നല്ലത് പറയണം, നന്മ പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പുകഴ്ത്തി പറഞ്ഞ സുർക്കയാ, നിഅമല്ലുദുമുൽ ഖൽ, സുർക്ക നല്ല കൂട്ടാനാണ്, കേട് പറയാൻ പാടില്ല. അവിടെ തന്നെ പഠിപ്പിച്ചു മറ്റൊരു അദബ്, ഭക്ഷണം കഴിക്കുമ്പോ ഭക്ഷണത്തില് അത് ധാന്യമാകട്ടെ, കറിയാകട്ടെ, കൂട്ടാനാകട്ടെ, ചാറാകട്ടെ, എന്തിനാണെങ്കിലും അതിൽ നിന്ന് ഉണ്ടാക്കിയ വിഭവത്തിൽ നിന്നൊരു മുടി കിട്ടിയാൽ അപ്പൊ അനുകൂലമായി ദ്വാരം കൊടുക്കണം. അങ്ങനെയാ തങ്ങൾ പഠിപ്പിച്ചത്. ചീത്ത പറയാൻ പാടില്ല. ചിലര് പോയി അടിക്കും ചെയ്യും, നഊദുബില്ലാ, നജസൊന്നുമല്ലത്. ഇയാൾ ചിന്തിക്കാത്തോണ്ടാണ്. ഇയാൾ ആ സഹധർമ്മിന്റെ കൂടെ കുപ്പായൊക്കെ ഒരു രാത്രി നല്ല രൂപത്തിൽ ഇണങ്ങിച്ചേർന്ന് രാവിലെ വരുമ്പോ എത്ര മുടിയുടെ മുഖത്തുണ്ട്, അവിടെ ഇവിടെ ഉണ്ട്, ഒരു പ്രശ്നമില്ല. മുറാദൊക്കെ ആസിലായതുകൊണ്ട് ഒരു തകരാറുമില്ല, ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഒറ്റ ചെറിയൊരു മുടി അതങ്ങ് എടുത്തിടാനേ ഉള്ളൂ. എന്തെല്ലാം വർത്തമാനാന്നറിയോ. ചില ആൾക്കാരിലൊക്കെ നമ്മളൊക്കെ പേടിച്ചു പോകും. സുബ്ഹാനല്ലാഹ്. ഒരിക്കലും ചീത്ത പറയരുത്. സഹോദരങ്ങളെ ദുആ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കുടിക്കാൻ വേണ്ടി വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അംർ ഇബ്നു അഖ്തബിൽ അൻസാരി റളിയല്ലാഹു അൻഹു മരത്തിന്റെ പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്നു കൊടുത്തു. ആ പാത്രത്തിലേക്ക് തങ്ങൾ ഇങ്ങനെ നോക്കി. ഏത് വെള്ളം കിട്ടിയാലും കുടിക്കുന്നതിന് മുമ്പ് നോക്കലൊന്ന് സുന്നത്തുണ്ട്. വല്ല കരടും അതിലുണ്ടോന്ന് അറിയാനാണ് നോട്ടം, സുന്നത്തുണ്ട്. അത് കുടിക്കാൻ തരുന്ന ജ്യൂസാണെങ്കിലും വെള്ളമാണെങ്കിലും ചായമാണെങ്കിലും നോക്കലൊന്ന് സുന്നത്തുണ്ട്. തങ്ങൾ ആ പാത്രത്തിലേക്ക് നോക്കിയപ്പോൾ ഒരു മുടി കണ്ടു. ഈ സ്വഹാബിന്റെ മുടിയാണ്. ആ വെള്ളം ഒഴിച്ചു കളഞ്ഞോ? ഇല്ല. ചീത്ത പറഞ്ഞോ? ഇല്ല. മുടി എങ്ങനെ എടുത്തു പിടിച്ചിട്ട് ഒറ്റ ദുആ, അല്ലാഹുമ്മ ജമ്മിൽഹു
അല്ലാഹുമ്മ ജമ്മിൽഹു, ഈ സ്വഹാബിന്റെ അഴക് നിലനിർത്തി കൊടുക്കുക അല്ലാഹ്. ഒരൊറ്റ ദുആ ചെയ്തു. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം നബി റളിയല്ലാഹു അൻഹു പറയുന്നു, ഭക്ഷണത്തിൽ നിന്നോ വെള്ളത്തിൽ നിന്നോ മുടിയോ വല്ലതോ കിട്ടിയാൽ കുറ്റം പറയരുത്, ചീത്ത പറയരുത്, പകരം ദ്വാരം കൊടുക്കുകയാണ് വേണ്ടത്. നീളുള്ള മുടിയാകുമ്പോ ഭാര്യന്റെ മുടിയായിരിക്കും, ഒരു പെണ്ണിന്റെ മുടിയാന്ന് ഉറപ്പാണല്ലോ. അല്ലാഹുമ്മ ജമ്മിൽ ഹാന്നങ്ങ് ദ്വാരം കൊടുക്കണം. നല്ല ആരോഗ്യവും ആകും നിലനിർത്തി കൊടുക്കുക അല്ലാഹ്. അനുകൂലായിട്ട് ദ്വാരം കൊടുക്കണം. അല്ലാഹുമ്മ ജമ്മിൽഹു എന്ന് ദുആ ചെയ്തു കൊടുത്തു. സ്വഹാബത്ത് പറയുന്നു 93 വയസ്സ് പ്രായമായപ്പോ ആ സ്വഹാബിയെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. താടിയിലോ തലയിലോ ഒരൊറ്റ രോമവും